നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളെ വൃത്തി കണ്ടിട്ട് തുടങ്ങുള്ളൂ. ഞാൻ ആദ്യം മരിക്കും, എന്റെ വൃത്തിയായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒരു 2 ദിവസം മുമ്പ് തന്നെ നമുക്കൊരു വിവാദം നമുക്ക് മനസ്സിലായി കാണും. മറ്റൊന്നുമല്ല, ഒരാൾ സമാധിയായി. ഗോപൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആള് സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ അനുജനും, അതായത് ഈ ഗോപൻ സ്വാമിയുടെ 2 മക്കൾ, 2 ആണ് ഒരു പെണ്ണുമാണ്, 3 മക്കളുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ അവിടെ ഇളയ മകൻ എന്ത് ചെയ്തു, ഈ പുള്ളിയെ കൊണ്ടുവന്ന് സമാധിയിരുത്തി. അതായത് പുള്ളി അവിടെ ഒരു സമാധി ആവാൻ വേണ്ടിയിട്ട് പുള്ളി മുമ്പേ ഒരു കല്ലറ പോലത്തെ ഒരു സംഭവം, ഒരു സ്ലാബൊക്കെ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് ഈ പുള്ളി എന്ത് ചെയ്തു, പോകാൻ സമയം 3 ദിവസം മുമ്പേ ഈ പുള്ളി പറഞ്ഞിരുന്നു ഞാനൊരു 2 ദിവസത്തിനകത്ത് സമാധി ആവുമെന്ന് പറഞ്ഞിട്ട്. അവിടെ തൊട്ടടുത്ത് ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി അവിടുത്തെ പൂജാരിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നല്ല വയസ്സായി. നാട്ടുകാർ പറയുന്നത് കുറേ നാൾ കൊണ്ട് ഈ പുള്ളിയെ കാണുവാനില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യും, ഞാൻ സമാധി ആവാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി നേരെ വന്ന് ഈ സമാധി കല്ലിൽ കയറിയിരിക്കും. അവിടെ വെച്ച് സമാധി ആവുകയും ഇവര് അവിടെ വെച്ച് കെട്ടി, ഈ സമാധി അറിയാമല്ലോ, അവിടെ വെച്ച് എന്ത് ചെയ്തു, അങ്ങനെ കെട്ടി അടച്ചു, കല്ലറ പോലെ കെട്ടി അടച്ചു. അതിനുശേഷം ഇവർ നോട്ടീസ് കൊണ്ട് പലയിടത്ത് ഒട്ടിച്ച് എൻ്റെ അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞുള്ള നോട്ടീസുകൾ ഒട്ടിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം അവിടെയുള്ള ഈ പറയുന്ന പരിസരവാസികൾക്ക് ചെറിയൊരു സംശയം തോന്നുന്നു. കാരണം ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യാത്ത ഒരാൾ എങ്ങനെ നടന്നു വന്ന് അവിടെ സമാധി ആ ഒരു ഭാഗത്ത് വന്ന് ഇരുന്ന് സമാധിയായി എന്നുള്ള ഒരു തർക്കങ്ങൾ വരുന്നു. അതിനുശേഷം പോലീസിൽ പരാതിപ്പെടുന്നു. പോലീസ് വരുമ്പോൾ ഈ മകൻ പറയുന്നത് ഒന്നുമല്ല, അത് എനിക്ക് ആരിടത്തും പറയാൻ സാധിക്കില്ല. സമാധി എന്നുള്ളത് നിങ്ങൾ ആദ്യം പോയി പഠിക്കുക, അതെന്താണ് സമാധി എന്നുള്ളത് പഠിക്കുക. അച്ഛൻ സമാധി ആയത് തന്നെയാണ്. അച്ഛൻ എൻ്റെ അടുത്ത് രാവിലെ ഒരു 10:30 പറഞ്ഞു, എന്താണ് എനിക്ക് സമാധിയാകാൻ സമയമായി എന്ന് പറഞ്ഞ് പിന്നെ ഭാര്യയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നേരെ കൊണ്ടുവന്ന് അവിടെ വന്നിരിക്കുകയും ആ സമാധിക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടിരുന്ന ആ ഒരു സ്ലാബിൻ്റെ പുറത്തിരിക്കുകയും അവിടെ വെച്ച് സമാധി ആവുകയും ഈ പറയുന്ന പുള്ളിയും ഈ പുള്ളിയുടെ സഹോദരനും കൂടി എന്ത് ചെയ്തു, ഈ പുള്ളി അവിടെ വെച്ച് എന്ത് ചെയ്തു, ബാക്കി ചുടുകല്ലൊക്കെ വെച്ച് കെട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കും, മറ്റൊരാരും പറഞ്ഞു, ഇപ്പം നമ്മുടെ നിയമം അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞിരുന്ന ഒരു ഡോക്ടർ വന്ന് എന്ത് ചെയ്യണം, അത് സ്ഥിരീകരിക്കണം അല്ലേ, അത് പുള്ളി മരിച്ചു എന്ന് സ്ഥിരീകരിക്കണം. ഈ പറയുന്ന നാട്ടുകാരുടെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കൊന്നതിന് ശേഷം അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം കൊന്നതാണോ എന്നുള്ള ഒരു സംശയം കാണുന്നുണ്ട്. അത് മരിച്ചതിന് ശേഷം ഈ പുള്ളിയെ ഇവിടെ ബലമായി കൊണ്ടിരുത്തി കെട്ടി അടച്ചതാണോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയം നാട്ടുകാർക്കുണ്ട്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കേസ്, ഇപ്പം എന്തായാലും കോർട്ട് ഓർഡർ വന്നിട്ടുണ്ട്. അവർ ഈ സമാധി പൊളിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സമാധി പൊളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ പിന്നീട് ജില്ലാ കളക്ടറുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പൊളിക്കാൻ വേണ്ടി അവരൊക്കെ അവിടെ പ്രതിഷേധമൊക്കെ നടത്തി വിളിയും ബഹളമൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം അവരെ പിടിച്ചു മാറിക്കൊണ്ട് പൊളിക്കാനുള്ള പ്രക്രിയ അവിടെ തുടങ്ങി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കേസ്, ഇതിനകത്ത് ഇവർ പറയുന്നതിൽ കള്ളമാണോ, ഇവരെന്തായാലും കൊന്നതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അച്ഛനെ കൊന്നിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇവരുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് ഇനിയിപ്പം യഥാർത്ഥത്തിൽ ഇവർ സമാധി ആയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കല്ലറ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഒന്നുകിൽ ഇവർക്ക് എന്തൊക്കെ ഈ പറയുന്ന 2 സഹോദരന്മാർക്ക് എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ പറയുന്ന നമ്മുടെ ഈ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ഒരു പറയുന്ന ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇവർ പറയുന്നത് എന്തോ ചെറിയൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവന്റെ ജ്യേഷ്ഠം പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആ സംഭവം നമ്മളൊന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇവർ പറയുന്നതിൽ എന്തോ ഒരു ചെറിയ കാര്യമുണ്ടെന്ന് മനസ്സിലാവും. ആദ്യം നിങ്ങൾക്ക് ആ ജ്യേഷ്ഠം പറഞ്ഞൊരു സാധനം നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സനന്ദൻ പോലും പറയുകയാണ്, ഞാൻ സമാധിയാകാൻ പോവുകയാണ്. ഇങ്ങനെ എന്നോട് പറഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് പോയിരുന്നാൽ നിങ്ങൾ അവിടെ സമാധിയാകുന്നു എന്ന് ഒരാൾക്ക് എങ്ങനെയാണ് സ്വയം ജീവൻ ഞാൻ മരിക്കാൻ പോകുന്നു എങ്ങനെയാണ് തിരിച്ചറിയുക? ഞാനിപ്പോൾ ലാസ്റ്റ് മനസ്സിലാക്കിയത് ഇത്ര മാത്രമാണ്. ഞാൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ അടുത്ത് അനി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ശരി, ഞാൻ ഉടനെ തന്നെ സൂപ്പർവൈസർ എടുത്ത് മാനേജർ എടുത്തൊക്കെ ഞാൻ ഇതുപോലെയാണ്, അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഞാൻ അവിടെ അടുത്ത് ചോദിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തു. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പോൾ ഓടി വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താടാ എന്ന് പറഞ്ഞു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഞാൻ ചോദിച്ചു, എന്താ രാജസ്ഥാനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. ഞാൻ അച്ഛാന്ന് വിളിച്ച് അച്ഛ അപ്പോൾ കൈ ഇങ്ങനെയാണ് കൈ വെച്ചിരുന്നത്, ചമ്മണം കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അച്ഛാന്ന് വിളിച്ചിങ്ങനെ കയ്യിലിങ്ങനെ വലിച്ചിങ്ങനെ അനക്കാൻ സമയത്ത് കൈ നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്വാസം ഇല്ല, നെഞ്ച് വയറും പതപ്പും ഇല്ല, ഇങ്ങനെ തന്നെയാണ്. അച്ഛാന്ന് വിളിച്ചിട്ട് എത്രയായിട്ടും കണ്ണുറക്കുന്നില്ല. ഇത് ഒരനക്കവും ഇല്ലാത്ത ഒരവസ്ഥ തന്നെ.
നിങ്ങൾ കേട്ടില്ല, ഇതിനകത്ത് ഈ പറയുന്ന ഈ മരിച്ച ഗോപൻ സ്വാമി എന്ന് അറിയപ്പെടുന്ന പുള്ളിയുടെ മൂത്ത മകനാണ് പറഞ്ഞത്. മൂത്ത മകനെ ഈ പാപ്പനംകോട് ആ ഭാഗത്ത് ഏതോ ഒരു കമ്പനിയിൽ എന്തോ വർക്ക് ചെയ്യണം. അവിടെ വെച്ച് അനിയനെ വിളിച്ച് പറയുന്നു, അച്ഛൻ എന്നെ കാണണമെന്ന് വിളിച്ച് പറയുന്നു. അങ്ങനെ മൂത്ത മകൻ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ഈ പറയുന്ന സമാധിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച ആ സ്ലാബിന്റെ പുറത്തിരിക്കുകയാണ്, ചമ്മണം പൂട്ടി ഇരിക്കുകയാണെന്ന് ഈ പുള്ളി പറയുന്നത്. അതുപോലെ കൈ സമാധിയാവുമ്പോൾ കൈ രണ്ടും നമ്മൾ ഇങ്ങനെ വെക്കുമല്ലോ, കൈ രണ്ടും ആ ലെവലിൽ കൈ വെച്ചിട്ടാണ് അവർ ഇരിക്കുന്നത്. പുള്ളി തട്ടി നോക്കിയിട്ട് അനക്കമില്ല, വയറിലൊന്നും പതക്കം കാര്യങ്ങളൊന്നുമില്ല. അപ്പം മരിച്ചെന്ന് മനസ്സിലായി. അവിടെ അങ്ങനെ വെച്ച് അവർ പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ ചമ്മണം പൂട്ടി ഇരുന്നാണ് സമാധി, അങ്ങനെയാണ് മരണം, അതായത് പ്രാണൻ പോയത്. ആ സമയത്ത് അങ്ങനെ വെച്ച് തന്നെ ഇവരെന്ത് ചുടുകല്ലുകൾ കെട്ടി അടുക്കി അതൊരു ഒരു ഗോപുരം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇപ്പം മരണം അല്ലാതെ ഒരിക്കലും ഈ സമാധി അല്ലാത്ത ഒരാൾ, സമാധി അല്ലാതെയാണ് മരിക്കുന്ന ഒരാൾ ഒരിക്കലും ചമ്മണം പൂട്ടി ഇരുന്നു കൊണ്ട് മരിക്കത്തില്ല അല്ലേ? അത് അവർ കിടക്കായിരിക്കും, നീണ്ടു നിവർന്നായിരിക്കും അവർ കിടന്ന് മരിക്കുന്നത് ആണല്ലോ. അങ്ങനെ നീണ്ടു നിവർന്ന് മരിച്ച ഒരാളാണെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ചമ്മണം പൂട്ടി നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരമൊന്നും അനങ്ങത്തില്ല. അതൊക്കെ പിന്നെ എന്താ ഈ ഇരുമ്പ് പോലെ അങ്ങേ ആവും. പിന്നെ അതിനെ ആ ശരീരത്തിനെ വളയ്ക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നമുക്കതിനെ അറിയില്ല, വായി കൂടിയാണ് ജീവൻ പോകുന്നെങ്കിൽ വാ തുറന്നിരിക്കും. ആ വാ തുറക്കുന്ന സാധനം പിന്നെ അടയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ബലമായി കെട്ടിയാൽ തന്നെ അതൊന്നും നടക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ അല്ലാതെ നോർമലായിട്ട് മരിച്ച ഒരാളാണെങ്കിൽ അവർക്ക് ഒരിക്കലും ആ മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്ന ഒരു ചമ്മണം പൂട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അങ്ങനെ മനസ്സിലായോ? ചമ്മണം പൂട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു സമാധി പിന്നെ അവിടെ ഇങ്ങനെ സമാധി വിഗ്രഹം ഇത് കെട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ പറയുന്ന പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർ പറയുന്നത് സത്യമാണെങ്കിലോ. ചിലപ്പോൾ സമാധി ഇരുന്ന പണ്ടത്തെ മുനിവര്യന്മാരൊക്കെ ഇങ്ങനെ സമാധി ഇരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നതിൽ ഒരു കള്ളമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, പ്രഥമ ദൃഷ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കല്ലറ പൊളിക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കല്ലറ പൊളിക്കുമ്പോൾ ഈ പുള്ളി ചമ്മണം പൂട്ടിയാണ് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും. എന്താണ്, ഈ പുള്ളി ചിലപ്പോൾ സമാധി ഇരുന്നതായിരിക്കും എന്ന് വിശ്വസിക്കേണ്ടതായിട്ട് വരും അല്ലേ? അതുപോലെ ആ ഒരു കല്ലറ പോലെ ആ സംഭവം കാണുമ്പോൾ പുള്ളിയെ ഇങ്ങനെ കിടത്തിയിട്ടാണ് അത് അടക്കിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അല്ലേ? അത് മുഖ്യവാരം എന്താണ് ആ പുള്ളിയെ അവിടെ ചമ്മണം പൂട്ടി ഇരുത്തി അതിന് ശേഷം അവിടെ ചുടുകല്ല് വെച്ച് കെട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? അതുപോലെ തന്നെ ഈ പറയുന്ന പുള്ളിയുടെ പിന്നീട് അനുജൻ പറയുന്നത് എന്താണ്, അനുജൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം കേട്ടോ. തരത്തിലുള്ള ദുരൂഹത വരുമ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത് അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും? ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും? അത് എന്തോന്ന് ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ അല്ലേ? അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു കീറും പോലെ. ഹിന്ദു ധർമ്മം ഇല്ലേ ഇവിടെ? ഹിന്ദു ധർമ്മത്തെ വലിച്ചു കീറും പോലെ അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാമോ? ഒരു സമാധി ആയിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരാൾ മരിച്ചെങ്കിൽ അയാൾ മരിച്ചെന്ന് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ പറയരുത്. മരിച്ചിട്ടില്ല സമാധി. ഓക്കെ അങ്ങനെ സംസാരിക്കണം. സമാധിയായ ഒരാൾ അയാൾ സമാധിയായെന്ന് തീരുമാനിക്കേണ്ട, ജീവൻ പോയി എന്ന് തീരുമാനിക്കേണ്ട ഡോക്ടറല്ലേ? ഒരിക്കലും ഡോക്ടർക്കൊന്നും തൊടാൻ പാടില്ല. അതൊന്നും ആ ഡോക്ടർ വന്ന് ഒരിക്കലും അത് ആ സമാധിയിൽ തൊട്ട് ആ കളങ്കപ്പെടുത്താൻ പാടില്ല. ആ സമാധിയുടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഈ അറ പൊളിക്കാനുള്ള അനുമതി കളക്ടർ കൊടുക്കുകയും, അതായത് പിന്നെ അത് ഒരു കാരണവശാലും എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്നാലും അത് സമ്മതിക്കത്തില്ല. എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്ന, അതായത് ഞാൻ ആത്മാഹുതി ചെയ്തിരുന്നാലും ശരിയാണ്, ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ പ്രാണനെ ഞാൻ ആത്മാഹുതി ചെയ്തു. ഞാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ആ സമാധിയുടെ ആ സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ ലയിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരിക്കലും പൊളിക്കാൻ സമയത്തില്ല. ഞാൻ എൻ്റെ പ്രാണനെ ആ സമയത്ത് ആത്മാഹുതി ചെയ്യും. കണ്ടോ, പുള്ളി പറയുന്നുണ്ടോ, ഒരിക്കലും ഞാൻ പൊളിക്കാൻ സമ്മതിക്കില്ല, സമാധി എന്താണ് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് വരണം, അങ്ങനെ പൊളിക്കണം, ഞാൻ ആത്മഹൂതി ചെയ്യും. ഇവർ പറയുന്ന വാക്കുകൾ ആത്മഹൂതി, സമാധി, ഇതൊക്കെ പഴയ മുനിവരന്മാർ പറയുന്ന ഒരു സംഭവമാണ്. ഈ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാലും ഈ പുള്ളി പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, ബോഡി ലാംഗ്വേജ് നോക്കിയാൽ ഈ പുള്ളി പറയുന്നത് ഒരു കള്ളമാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അല്ലെങ്കിൽ ഇവർക്ക് മാനസിക രോഗമാണ്. അതായത് ഏതെങ്കിലും ഒരു ക്രൈമിനെ മറച്ചുകൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് തോന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ചെറിയൊരു നമുക്കൊരു ബോഡി ലാംഗ്വേജിൽ അല്ലെങ്കിൽ പറയുന്ന രീതിയിലൊക്കെ ചെറിയ നമുക്ക് മനസ്സിലാവും, കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷേ ഇത് പറയുന്നത് ഒന്നീ അവരെന്താണ് ഇവർക്കൊരു മാനസിക രോഗമാണ്. ഇവരത് ഹൃദയം കൊണ്ടും അവർ ഇങ്ങനെ മനസ്സുകൊണ്ടും അവർ 100% വിശ്വസിക്കുന്നു. ഈ പുള്ളി എന്ത് ചെയ്യുന്നത് സമാധി ആയത് തന്നെ എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നതിൽ ഈ ഒരു കോൺഫിഡൻസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ സമാധി ആയിരിക്കും, പണ്ടത്തെ മുനിവര്യന്മാരെ പോലെ സമാധി ആയിരിക്കും.
ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും വീണ്ടും പറയുന്നു, പുള്ളി ശമ്പളം പൂട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. ആ രീതിയിലാണ് പുള്ളിയെ സമാധി ആ ഒരു നിലയിലേക്ക് അവർ കെട്ടി അടച്ചതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് വിശ്വസിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? പുള്ളി സമാധി ആയതായിരിക്കാം എന്ന് വിശ്വസിക്കേണ്ടതൊക്കെ വരും. അല്ലാതെ നമ്മൾ ഇത്രയും വയസ്സായ ഒരാൾ ഒരിക്കലും ശമ്പളം പൂട്ടിയിരുന്ന് കൊണ്ട് പ്രാണൻ ത്യജിക്കില്ല. എവിടെയെങ്കിലും കിടന്നുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഈ മരിക്കാറായപ്പോൾ ഈ പുള്ളിയെ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് അവിടെ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ശമ്പളം പൂട്ടി എന്നുള്ള രീതിയിൽ ബലമായി പിന്നെ കെട്ടി, അല്ലെങ്കിൽ ഈ ചുടുകല്ലൊക്കെ വെച്ച് കെട്ടി പുള്ളിയെ ബലമായിട്ട് ആ രീതിയിൽ കൊണ്ടിരുത്തി കാണണം. ഇത് ഒരു പോസിബിലിറ്റിയാണ് കേട്ടോ. അതായത് ഈ പുള്ളി മരിക്കാൻ വേണ്ടി പുള്ളിക്ക് അനങ്ങാനൊന്നും വയ്യ, മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ എന്ത് ചെയ്തു, ഇവരെ ബലമായി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് സമാധിയുടെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരും. മരിക്കണതിന് മുമ്പ്, മരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, മരിക്കണതിന് മുമ്പ് ഈ ശമ്പളം പൂട്ടി ആ ലെവലിൽ കൊണ്ടുവന്ന് ആ ലെവലിൽ ഇരുത്തിയിട്ട് ഇവരെന്ത് ചെയ്യും, അങ്ങനെ ചെയ്തായിരിക്കും. അങ്ങനെ സംഭവിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.